ഞാൻ എൻ്റെ യൂണിറ്റ് 66 ഫീൽഡ് റെജിമെൻറ്റ് ജോയിൻ ചെയ്യുന്നത് 1973 ഡിസംബറിലാണ്. അന്ന് കമാൻഡിംഗ് ഓഫീസറുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എന്നോട് അടുത്ത് വരുന്ന കമാൻഡോ കോഴ്സിന് റെഡിയായിക്കൊള്ളാൻ പറഞ്ഞായിരുന്നു. ഈ കമാൻഡോ കോഴ്സ് തുടങ്ങുന്നത് മാർച്ച് 74 ആണെന്നാണ് പറഞ്ഞത്. ഒരു കമാൻഡോ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആർമി കമാൻഡോയുടെ ജീവിത രീതി എന്താണ്, അവർക്കുള്ള ടാസ്കുകൾ എന്തൊക്കെയായിരിക്കും, അതിനുള്ള ഒരു കാര്യപ്രാപ്തി എത്രത്തോളം വേണമെന്നൊക്കെ ഒരു യങ് ഓഫീസറിനെ മനസ്സിലാക്കാനുള്ള ഒരു 33 ദിവസത്തെ കോഴ്സാണ്. ഇത് നടക്കുന്നത് ബേൽഗാം എന്ന സ്ഥലത്താണ്. ബേൽഗാം കർണാടകയിലുള്ളതാണ്. കർണാടകയിലെ മറാഠ ലൈറ്റ് ഇൻഫൻട്രി MLI എന്ന് പറയും, റിക്രൂട്ട് ട്രെയിനിങ് നടക്കുന്ന അവരുടെ ട്രെയിനിങ് സെൻറ്ററിൻ്റെ അടുത്തുള്ള ഒരു വിഭാഗമാണ് ഇൻഫൻട്രി സ്കൂൾ ജൂനിയർ ലീഡർ വിങ് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അവിടെ ഇൻഫൻട്രിക്കുള്ള വേറെ പല കോഴ്സുകളും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കമാൻഡോ കോഴ്സ് ഇൻഫൻട്രിക്കാർക്ക് പ്രത്യേകമായിട്ടുണ്ട്, യങ് ഓഫീസേഴ്സിന്. അതുപോലെ ഞങ്ങളുടെ ഇൻഫൻട്രി അല്ലാതുള്ള മറ്റ് ആർമിയിലെ വിഭാഗത്തിലുള്ള യങ് ഓഫീസേഴ്സിന് വേണ്ടി നടത്തുന്നതാണ് ഈ 33 ദിവസത്തെ കമാൻഡോ കോഴ്സ്. ഞാൻ അവിടെ ചെല്ലുന്നു. കൂടെ യൂണിറ്റിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ വെപ്പണായിട്ടുള്ള റൈഫിൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. എന്ന് വെച്ചാൽ കമാൻഡോ ട്രെയിനിങ്ങിൻ്റെ കൂടെ ഫയറിംഗ് ഉണ്ടാകും. പിന്നെ എക്സസൈസിൻ്റെ ഇതിലൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ റൈഫിൾ ഉണ്ടാകണം. അതുകൊണ്ട് യൂണിറ്റിൽ നിന്നുള്ള റൈഫിളാണ് ഞാൻ കൊണ്ടുപോയത്. ഇതിൻ്റെ അവിടുത്തെ പരിശീലനം തുടങ്ങുന്നത് ഒരു PT അവിടെയാണ്. PT സാധാരണ ആർമി യൂണിറ്റുകളിൽ ഒരു 40 മിനിറ്റാണ്. ഈ കമാൻഡോ PT എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങും. ബെൽഗാമിലുള്ള ചില തെരുവുകളിലേക്ക് കൂടിയൊക്കെ നടന്ന് ഓടിപ്പോകുമ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്. ഈ 1 മണിക്കൂറത്തെ കമാൻഡോ PTക്കുള്ള യൂണിഫോം ഡാങ്കിരി എന്ന് പറയും. നമ്മുടെ 1 പീസ് ഒരു യൂണിഫോമാണ്. ഒരു ഒലീവ് ഗ്രീൻ നിറത്തിലുള്ള ഡാങ്കിരി ആണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അരയിൽ കെട്ടാൻ ഒരു ഡോഗിൾ ഒരു റോപ്പ് ഇങ്ങനെ കെട്ടുന്ന രീതിയാണുള്ളത്. പിന്നെ സാധാരണ അമ്യൂണിഷൻ ബൂട്ട്, നമ്മുടെ ബൂട്ടോ അല്ലെങ്കിൽ ജംഗിൾ ബൂട്ടോ രണ്ടിലേതെങ്കിലും ഒന്ന് ധരിക്കാം. ഈ 1 മണിക്കൂറത്തെ PT കഴിഞ്ഞ് തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. ബ്രേക്ക്ഫാസ്റ്റ് നോർമൽ ആർമി മെസ്സുകളിലുള്ള അതേ തന്നെ മെനു ആണ്. അത് കഴിയുമ്പോൾ പിന്നെ അൺആംഡ് കോമ്പാറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ 2 വ്യക്തികൾ പരസ്പരം ഗുസ്തി, നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. ഒരാളെ എങ്ങനെ ഫിസിക്കലി വളരെ ഈ അടവുകൾ ഉപയോഗിച്ച് കീഴ്പ്പെടുത്താമെന്നുള്ള പല അടവുകളും പറഞ്ഞു തരും. അതിനാണ് അൺആംഡ്. ആംസ് ഇല്ലാതെ ഫിസിക്കലായിട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യാം, ഒരാളെ എങ്ങനെ കീഴ്പ്പെടുത്താം, പിന്ന് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന രീതിക്കാണ് UC എന്ന് പറയുന്നത്. അത് ഈ PT കൂടി കഴിഞ്ഞുള്ള ഈ 33 ദിവസങ്ങളിലും മിക്കവാറും എല്ലാ ദിവസവും ഇതുണ്ടാകും. അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ഒരു തരത്തിൽപ്പെട്ട ഒരു ബഡിയെ നമുക്ക് തിരഞ്ഞെടുക്കണം. ഏതാണ്ട് ഇതേ ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ആളാവണമല്ലോ. ഇല്ലാതെ ഒരാൾ ഭയങ്കര കായികമായിട്ട് ശക്തി കൂടിയ ആളും സൈസ് കൂടിയ ആളും ഒക്കെ അതൊരു ഇറ്റ്സ് നോട്ട് ഫെയർ. ഒരേ തണ്ടി എന്ന് നമ്മൾ പറയുന്ന പോലെ മാച്ചിങ് ആയിട്ടുള്ള ഹൈറ്റ് വെയ്റ്റ് ഉള്ള ആളാണ് തിരഞ്ഞെടുക്കുക. അതാണ് ബഡ്ഡി. എന്നാലേ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ കീഴ്പ്പെടുത്താനും നമുക്ക് അത്രയും ബലം പ്രയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ തന്നെ കോഴ്സ്മേറ്റായ ലഫ്റ്റനൻറ്റ് KPN മേനനായിരുന്നു എൻ്റെ ബഡ്ഡി. കമാൻഡോകളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില പ്രാക്ടീസുകളും ഇവിടെ ചെയ്യിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് കമാൻഡോ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസാണ്. ഇത് നടത്തുന്നത് ഒരു 50 അടി നീളവും 50 അടി വീതിയുമുള്ള ഒരു വാട്ടർ ടാങ്ക്, അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. നല്ല ആഴത്തിൽ ഉള്ളതാണ്. ഒരു 2-3 മീറ്റർ ഏതെങ്കിലും ആഴം ഉണ്ടാകും. എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് വീണ താഴത്തേക്ക് ചെന്ന് കാല് മുട്ടാത്ത രീതിയിലുള്ള അത്രയും വെള്ളമുള്ളതാണ്. അതിൻ്റെ 2 വശത്തും പില്ലേഴ്സ് കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അത് കൂടെ കോണിയും വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് പിടിച്ച് മുകളിൽ കയറാം. ഒരു 10 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 30-33 ഫീറ്റിൽ ഒരു വടം ക്രോസായിട്ട് കെട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഒത്ത നടുക്ക് ഒരു റെഡ് റിബണും ഉണ്ടാകും. റെഡി ഗോ എന്ന് പറയും. അപ്പോൾ അവിടുന്ന് ഞാൻ എവിടെ ഇരിക്കുന്ന അവിടുന്ന് എണീറ്റിട്ട്
സ്റ്റാർട്ട് ചെയ്ത് ഈ പില്ലറിൽ ഉള്ള ലാഡറിൽ കൂടി മുകളിലേക്ക് കയറി ഈ 30 ഫീറ്റ് ഒരു 10 മീറ്റേഴ്സിൽ അവിടെ ഒരു പ്ലാറ്റ്ഫോമുണ്ട്. അവിടെ ചെന്ന് നിന്നിട്ട് തിരിഞ്ഞ് ഈ വടം എന്ന് പറഞ്ഞ വടം കെട്ടിയിട്ടുള്ളതിലേക്ക് മങ്കി ക്രോൾ എന്ന് പറയും. ഇങ്ങനെ 2 കൈയും ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ 2 കാലും അതിൽ പിണയ്ക്കും. അതിനാണ് മങ്കി പൊസിഷൻ എന്ന് പറയുന്നത്. മങ്കി ക്രോൾ അതിൻ്റെ കൂടെ അഡ്വാൻസ് ചെയ്യുന്നതാണ് മങ്കി ക്രോൾ എന്ന് പറയുന്നത്. അങ്ങനെ മങ്കി ക്രോൾ ചെയ്ത് ഈ മധ്യത്തിൽ റെഡ് റിബൺ വച്ചിട്ടുള്ള അവിടെ ചെന്ന് മോളിൽ പിടിച്ചുകൊണ്ട് കാല് രണ്ടും താഴത്തേക്ക് കൊണ്ടുവന്ന് അറ്റൻഷൻ പോലെ കാല് രണ്ടും കൂട്ടി വെച്ച് കമാൻഡോ നായർ റെഡി ഫോർ ഡ്രോപ്പ്സ് എന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ഓർഡർ വരും, കമാൻഡോ നായർ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ഷോട്ട് ഫയർ ചെയ്യും. ആ ശബ്ദം കേട്ടത് നമ്മൾ കൈവിടണം. അതാണ് അതിൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ വെള്ളത്തിൽ വന്ന് താഴത്തോട്ട് പോകും. നമ്മൾ സ്വിമ്മേഴ്സ് ആണെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. അല്ലാത്തവരെ അവരെ പിടിച്ച് കയറ്റുമോ, അവരെ കയറിട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മാറ്റും. പക്ഷേ കോൺഫിഡൻസ് ആണ് അതിൽ പ്രധാനം. പിന്നെ ലിവിങ് ഓഫ് ദ ലാൻഡ് എന്നുള്ള ഒരു രീതിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന എനിമി ഏരിയയിലായിരിക്കും ഈ കമാൻഡോസ് റെയ്ഡിനൊക്കെ അറ്റാക്കിനൊക്കെ പോകുന്നത്. അപ്പോൾ എനിമി ഏരിയയിൽ കൂടെ നടന്ന് പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ റാഷനൊക്കെ ഇല്ലാതെ വന്നാൽ അവിടെയൊക്കെയുള്ള എഡിബിളായിട്ടുള്ള തിന്നാൻ പറ്റിയ ഫലമൂലാദികൾ വെജിറ്റബിളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യിച്ചിട്ടുണ്ട്. ഇന്നൊക്കെ ഉള്ള ഇത് പോയ്സണസ് ആണ്, ഇന്ന പോയ്സണസ് അല്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവനെ പാമ്പിനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാമെന്നുള്ള രീതിയിൽ ഒരു പാമ്പിനെ ലൈവായിട്ട് അവിടെ തന്നെ അതിനെ കൊന്ന് അത് പാകം ചെയ്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തിന്നാൻ തരും. ഞാനും അതിൽ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ റബ്ബറിഷായിട്ട് തോന്നി. വലിയ അത് പാമ്പാണെന്ന് അല്ലാതെ വിചാരിച്ചാൽ കഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ലിവിങ് ഓഫ് ദ ലാൻഡിലുള്ള പ്രാക്ടീസ് തരും. ഈ 33 ദിവസത്തിൽ UCയുടെ കോമ്പാറ്റിൻ്റെ അൺആംഡ് കോമ്പാറ്റിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സൈഡ് കുറച്ച് സമയത്ത് ഫയറിങ് പ്രാക്ടീസ് തരുന്നുണ്ട്. അതിൻ്റെ മാർക്ക് അതിൽ പാസ്സാകണം എല്ലാവരും. പിന്നെ ഇതിൻ്റെ കൂടെ എൻഡുറൻസ് വർദ്ധിപ്പിക്കാനുള്ള സ്പീഡ് മാർച്ചസ് എന്നും പറഞ്ഞ ഒരു സിസ്റ്റമുണ്ട്. രാത്രിയിലാണ്. ഒരു 10 കിലോമീറ്റർ, 16 കിലോമീറ്റർ, 32 കിലോമീറ്റർ, 40 കിലോമീറ്റർ ഈ ദൂരങ്ങൾ പ്രോഗ്രസീവ് ഇങ്ങനെ കൂട്ടിയാണ് ഈ ഒരു 33 ദിവസത്തിനുള്ള ഫൈനൽ 40 കിലോമീറ്ററാണ്. അതിനുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡാങ്ക്രി, പിന്നെ വെപ്പൺ, അതില്ലാതെ നമ്മുടെ പാക്കിൽ ഒരു 13 കിലോ വെയിറ്റ് സൈൻ ചെയ്യുക. അത് മാറ്റാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സിഗ്നേച്ചറൊക്കെ ഉള്ളതാണ്. അത് നമ്മുടെ ഡയറക്റ്റിംഗ് സ്റ്റാഫിൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവും, സീലുണ്ടാവും. ആൾ നമ്മുടെ കമാൻഡോ മാറ്റരുതെന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ ഈ 40 കിലോമീറ്റർ ഓടുമ്പോഴും തിരിച്ചു വരുമ്പോഴും അത് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഈ 40 കിലോമീറ്റർ 20 കിലോമീറ്റർ പോയിട്ട് 20 കിലോമീറ്റർ തിരിച്ചു വരിക എന്നുള്ള രീതിയിലാണ്. രാത്രി ഒരു 8 മണിക്കൊക്കെയാണ് തുടങ്ങുന്നത്. രാത്രിയിൽ ഒരു അങ്ങനെയുള്ള സണ്ണിലല്ല, സൂര്യനുള്ളപ്പോഴല്ല ചെയ്യുന്നത്, രാത്രിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഓട്ടം നിന്ന് പോയാൽ ആൾ തോക്കും. അതിന് ഒരു പാസ്സാകാൻ വേണ്ടി ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അത് നിർത്താതെ ഓട്ടം നടക്കുക ആ രീതിയിൽ സ്പീഡ് മാർച്ചായിട്ട് പോയാൽ ഇത് പാസ്സാകാൻ പറ്റുള്ളൂ. പാസ്സാകാൻ എക്സലൻറ്റ് ടൈമുണ്ട്, ഗുഡ് ടൈമുണ്ട്, ഒരു പാസ് ടൈമുണ്ട്, സാറ്റിസ്ഫാക്ടറി ടൈമുണ്ട് ഇതിന്. അതിൽ എത്തണം. ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമതും ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അത് റിപ്പോർട്ടിൽ ഫെയിലായിട്ടുള്ള അത് വരും. അത് നല്ല റിപ്പോർട്ടല്ലല്ലോ. അതുണ്ട്. അതൊക്കെ വളരെ ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. അത് തീരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഹോട്ട് ചോക്ലേറ്റ് കോഫി കിട്ടുമായിരുന്നു. അതിൻ്റെ ഒരു സ്വാദ് ഈ 4-5 മണിക്കൂർ ഓടിക്കഴിഞ്ഞ് വന്ന് അവിടെ കിടക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു സ്വാദൊക്കെ എൻ്റെ നാക്കിൽ ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഒരു റെയ്ഡ്, ആക്ച്വൽ റെയ്ഡ് നടത്തുന്ന പോലെയുള്ള ഒരു ഇതാണ്. റെയ്ഡ് എന്ന് പറഞ്ഞാൽ എനിമി ഏരിയയിൽ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് റെയ്ഡ് എന്ന് പറയുന്നത്. ബോർഡർ കടന്ന് അകത്ത് പോയി എവിടെയാണോ ഒരു 10-15 കിലോമീറ്റർ അകത്തേക്ക് പോയി ആ ഒരു ഹെഡ് ക്വാർട്ടറാണോ ഒരു ബ്രിഡ്ജ് ആണോ എന്താണോ അറ്റാക്ക് ചെയ്യേണ്ടത്, ഡെമോളിഷ് ചെയ്യേണ്ടത്, അതിനാണ് ഈ ഒരു പ്രോസസ്സിനാണ് റെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെയ്ഡിന് എങ്ങനെയായിരിക്കും, അതിന് ഓർഡേഴ്സ് എന്താണ് കൊടുക്കുന്നത്, അതിനൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് മോക്കായിട്ട് നമ്മുടെ കമാൻഡോ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഫൈനൽ എക്സസൈസ് ആയിട്ട് ചെയ്യിക്കുന്ന ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ ഒരു റിട്ടൺ എക്സാമിനേഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമിക് പാർട്ട് നോക്കാൻ വേണ്ടിയിട്ട് എഴുത്ത് പരീക്ഷയില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു സിറ്റുവേഷൻ തന്നിട്ട് ഒരു മാപ്പിൽ നമ്മളെ പ്ലാൻ ഉണ്ടാക്കി കൊടുക്കണം. ആ പ്ലാൻ എൻ്റെ ആയിരുന്നു നല്ലത് ഈ ഗ്രൂപ്പിൽ അതുകൊണ്ടായിരിക്കും എന്നെയാണ് ഈ റെയ്ഡിൻ്റെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ലീഡറിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ കൂടെ വരുന്നവർക്ക് എന്താണ് ടാർഗറ്റ്, എന്താണ് പ്ലാൻ, ടൈമിംഗ് എന്താണ്, നമ്മുടെ സിഗ്നൽസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, ബ്രീഫ് ചെയ്യണം. എല്ലാം ഹിന്ദിയിലാണ് കേട്ടോ, ഹിന്ദിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. ഈ രാത്രിയിലാണ് റെയ്ഡൊക്കെ നടക്കുന്നത്, രാത്രിയിലാണ്, ഇല്ലാതെ പകൽ പോകാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ വേറെ സർവൈലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തെറ്റായി പോകുന്നില്ല, എങ്ങനെ ആ ഒരു പിന്നെ ഡിസിപ്ലിനായിട്ടാണ് പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡയറക്റ്റിംഗ് സ്റ്റാഫ് ഉസ്താദന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 15-17 കിലോമീറ്ററായിട്ട് ഉണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ അവിടെ ഒരു ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടർ ആണോ ഒരു ബ്രിഗേഡ് ഹെഡ് ക്വാർട്ടർ, അതിൻ്റെ ഒരു രീതിയിലാണ് അവിടുത്തെ ഒരു ടാർഗറ്റ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അവിടം വരെ നമ്മൾ എത്തി ആക്ഷനൊക്കെ കാണിച്ചാൽ മതി, ഇല്ലാതെ അവിടെ ചെന്ന് ഫയർ ചെയ്യേണ്ട കാര്യമില്ല, അത് വെറുതെ അപായമുണ്ടാക്കേണ്ട കാര്യമില്ല. അത് അവിടെ എത്തുക, ഇന്നയാൾ ഓരോ ടീമിനും ഓരോ ടാസ്ക് ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മുടെ ഉസ്താദന്മാരും ഉണ്ട്. ശരിയായിട്ടാണോ ചെയ്യുന്നത്, അപ്രോച്ച് ശരിയാണോ, ടൈമിങ് ശരിയാണോ, എല്ലാം അവർ നോക്കിക്കോളും. അതിന് പിന്നെ ഡീബ്രീഫിങ്, പിറ്റേ ദിവസം അതിൻ്റെ ഡീബ്രീഫിംഗ് ഉണ്ടാവും. എങ്ങനെയാണ് നടന്നത്, എന്താണ് തെറ്റ് ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം പറഞ്ഞു തരും. അപ്പോൾ അതൊരു ഫൈനൽ ഡേയുടെ കുറച്ച് ദിവസം മുമ്പാണിത്. പിന്നെ ഒരു ഫൈനൽ ഇൻ്റർവ്യൂ കമാൻഡോ വിങ് എൻ്റെ കമാൻഡർ ബ്രിഗേഡിയർ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളെ പറയും. പിന്നെ കോഴ്സ് റിപ്പോർട്ട് യൂണിറ്റിലേക്ക് കിട്ടും. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. താൽബേട്ടിൽ 1974 അവസാനം വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ യൂണിറ്റിന് ഒരു മൂവ് ഓർഡർ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വരുന്നത്. അത് പഞ്ചാബിലെ ഫരീദ്കോട്ട് എന്ന സ്ഥലത്തേക്കാണ്. ഇത് 1000 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട്. ആർമിയിലെ ഒരു യാത്രാ രീതി അനുസരിച്ച് 1000 കിലോമീറ്ററിന് താഴെയാണ് അടുത്ത പോകേണ്ട സ്ഥലമെങ്കിൽ വണ്ടികളിൽ പോകാം, ഇല്ലെങ്കിൽ ട്രെയിൻ അലോട്ട് ചെയ്യും. അതിന് ആർമി സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആർമി സ്പെഷ്യലാണ് വേണ്ടിയിരുന്നത്. ആർമി സ്പെഷ്യൽ ഈ ഒരു യൂണിറ്റിന് എന്തൊക്കെയാണ് ആ ട്രെയിനിൻ്റെ ഘടന എന്ന് ഓർഡറുണ്ട്. അതിൽ എത്ര ജനറൽ കോച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള, ഇരുന്ന് പോകാനുള്ള, കടന്നു പോകാനുള്ള കോച്ചസ് ഉണ്ടാവും. പിന്നെ അതിൽ പ്രധാനപ്പെട്ടത് മിലിറ്ററി ലങ്കർ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യാനുള്ള മിലിറ്ററി ലങ്കേഴ്സ് ഉണ്ടാകും. പിന്നെ നമ്മുടെ കോത്ത് ആംസ് അമ്യൂണിഷനൊക്കെ വയ്ക്കാനുള്ള ഒരു പ്രത്യേക ബോഗി ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പസിഷനാണ് മിലിറ്ററി സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ ട്രൂപ്സ് ഈ ട്രെയിനിൽ കയറി കുറച്ച് ദിവസങ്ങളെടുത്തു. ഇപ്പോൾ ഝാൻസിയിൽ നിന്ന് ഫരീദ്കോട്ട് വരെ ഡൽഹിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അവിടെ എത്തി യൂണിറ്റ് ഏരിയയിൽ ചെല്ലുന്നു. ഈ യൂണിറ്റ് ഏരിയ ഒരു പുതിയതായിട്ട് ഒരു കൻ്റോൺമെൻറ്റ് ആയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജവാൻസ്മാർക്കൊക്കെ താമസിക്കാനുള്ള ബാരക്കുകൾ മാത്രമേ ഉള്ളൂ. ഓഫീസേഴ്സിനുള്ള താമസ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. അതുപോലെ ആയുധങ്ങളൊക്കെ വയ്ക്കാനുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെല്ലുന്നത് ഡിസംബറിലാണ്. ഡിസംബർ എന്ന് പറയുമ്പോൾ പഞ്ചാബ് ഏരിയയിലെ ഭയങ്കര തണുപ്പുള്ള സമയമാണ്. നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലെ തണുപ്പിനെ അപേക്ഷിച്ച് പഞ്ചാബിൽ തണുപ്പ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ഓഫീസേഴ്സ് ഉറങ്ങിയത് ഒരു ടെൻറ്റിൻ്റെ അകത്താണ്. ഒരു ടെൻറ്റിൽ 2 ബ്ലാങ്കറ്റ് ഇട്ടിട്ടും ഒന്ന് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെയൊക്കെ ഒരു നൈസ് കിടക്ക പോലുള്ള രജായി എന്നാണ് അവർ ഹിന്ദി പറയുന്നത്. രജായിൽ ക്വിൽറ്റ് എന്ന് പറയും, നമ്മളിപ്പോൾ എല്ലാവരും മനസ്സിലാകുമല്ലോ. പിന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള രജായിയൊക്കെ സംഘടിപ്പിച്ച് ഉറങ്ങാൻ പറ്റുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മഡ് ഹട്ട്, ബാദ്ഷാ എന്നാണ് പറയുന്നത്. ഈ മണ്ണ് കൊണ്ട് ചുമരുകൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ താച്ച്ഡ് ഹട്ട്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർക്കണ്ട വൈക്കോലൊക്കെ കൊണ്ട് കെട്ടി അങ്ങനെ ഒരു രീതിയിലാണ്
ഞാൻ അവിടെ ഒരു 2 വർഷം ഉണ്ടായിരുന്ന അവിടെ ഞങ്ങൾ ഓഫീസേഴ്സ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഓഫീസേഴ്സ് മെസ്സിനും ടെൻറ്റിലായിരുന്നു ഈ വളരെ കാലം വരെ ഉണ്ടായിരുന്നത്. പിന്നെ മണ്ണ് കൊണ്ടുള്ള ഈ ഭിത്തി കാലക്രമേണ ഉണ്ടാക്കി. അങ്ങനെയാണ് പഞ്ചാബിൽ ഞങ്ങൾ ചെല്ലുന്നത് 16 ഇൻഫൻട്രി ഡിവിഷൻ്റെ ഭാഗമായിട്ടാണ്. 16 ഇൻഫൻട്രി ഡിവിഷൻ്റെ യുദ്ധകാല ചുമതല ഈ ഫസിൽക്ക ബോർഡറാണ്, പാകിസ്ഥാനുമായിട്ടുള്ള ഫസിൽക്ക ബോർഡറാണ്. ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്തെങ്കിലും വരുന്ന ഒരു 3 ബ്രിഗേഡുള്ള ഒരു അത്രയതിൻ്റെയാണ് 16 ഇൻഫൻട്രി ഡിവിഷൻ ഉള്ളത്. 71 യുദ്ധത്തിന് ശേഷമാണ് 16 ഡിവിഷനായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു പുതിയ ഡിവിഷനാണ്. അപ്പോൾ അതൊരു ശരിക്കും ഒരു ഡിവിഷനായിട്ട് എക്സസൈസും ആ ഒരു കോമ്പിനേഷനും അതൊന്നും ആയി വരുന്നതേ ഉള്ളൂ. സമാധാന കാലങ്ങളിൽ നമ്മുടെ ഇൻ്റർനാഷണൽ ബോർഡറിൽ നമ്മുടെ ഭാഗത്ത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന പോലീസ് ഫോഴ്സാണ് കാവൽ നിൽക്കുന്നത്. അവർ നിൽക്കുന്നത് ബോർഡർ ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞുള്ള സ്ഥലങ്ങളിലാണ്, അവരുടെ പോസ്റ്റിലാണ് അവർ നിൽക്കുന്നത്. അതുപോലെ പാകിസ്ഥാൻ്റെ ടൈമിൽ അവരുടെ സ്ഥലത്ത് റേഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു തരം അവരുടെ പോലീസ്, നമ്മുടെ BSFന് തത്തുല്യമായ ഒരു ഫോഴ്സാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, അവരാണ് ചെയ്യുന്നത്. അതാണ് ഒരു ഇൻ്റർനാഷണൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പീസ് ടൈമിൽ ഇൻ്റർനാഷണൽ ഈ തർക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ബോർഡർ ഔട്ട് പോസ്റ്റൊക്കെ ശരിക്കും സർവേ ചെയ്ത് രണ്ടുപേരും സമ്മതിച്ച സ്ഥലങ്ങളിൽ പോലീസ് ഒരു ഇത്ര കിലോമീറ്റർ പുറകിലെ ആർമികൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ യുദ്ധം വരുമ്പോൾ അതിനെ തടുക്കേണ്ടത് നമ്മുടെ പ്ലാൻ ഉണ്ടാവേണ്ടത് നമ്മുടെ ആർമിയുടെ ചുമതലയാണല്ലോ. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഡിച്ച് കം ബന്ദ് എന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ അവിടെ കുന്നുകൾ ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ സമതല പ്രദേശങ്ങളും കൂടുതലും ഈ ഗോതമ്പ് വിളയുന്ന വയലുകളും ഒക്കെയാണ്. അപ്പോൾ അവിടെ താഴത്തിരുന്നുകൊണ്ട് നമുക്ക് മുകളിൽ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യാനോ ഫയർ ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് ഒരു ബന്ദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കിയിട്ട്, നമ്മൾ ചിറ എന്ന് പറയുന്ന ആ രീതിയിൽ ചിറ പൊക്കിയിട്ട് അതിൽ പിൽ ബോക്സൊക്കെ ഉണ്ടാക്കി, പിൽ ബോക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയർ ചെയ്യാനുള്ള, നമ്മളെ ഫയർ ഏൽക്കാതിരിക്കാൻ കോൺക്രീറ്റ് കൊണ്ടുള്ള പിൽ ബോക്സസ് ഒക്കെ ഉണ്ടാക്കണം. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ സമതലമാണ്. അപ്പോൾ ഒരു നമുക്ക് കാണാൻ രീതിയിലൊരു ചിറ പോലെ മണ്ണ് കൊണ്ട് കെട്ടിയുണ്ടാക്കും. അതിൻ്റെ അകത്ത് കുഴിച്ചിട്ട് ഈ പിൽ ബോക്സസ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വാളൊക്കെ ഉണ്ടാക്കി, അത് മെഷീൻ ഗണ്ണുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാരൽ മാത്രം പുറത്തേക്ക് പോകുന്ന രീതിയിൽ ആണ് ഈ പിൽ ബോക്സസിൻ്റെ ഡിസൈൻ ഉള്ളത്. പിന്നെ വേറെ വരുന്ന ശത്രുവിനെ ഒന്നുകൂടി അവനെ ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാക്കി വയ്ക്കും. എന്ന് വെച്ചാൽ ഒരു 25-30 അടിയിലുള്ള ഒരു തോടുണ്ടാക്കിയിട്ട് അതിൽ വെള്ളം ഉപയോഗിക്കുക. അതാണ് ഡിച്ച് കം ബന്ദ് എന്നാണ് അങ്ങനെയുള്ള ഒരു ഒബ്സ്റ്റക്കിൾ സിസ്റ്റത്തിന് പറയുന്നത്. അത് ഡിച്ച് ഉണ്ട്, കനാൽ പോലെ, അതിൽ വെള്ളം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിൻ്റെ ഇപ്പുറത്ത് ബന്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിറ. അങ്ങനെ ഡിച്ച് കം ബന്ദ് എന്നാണ് ഈ പ്ലെയിൻ പഞ്ചാബിൽ മെയിനായിട്ടുള്ള ഒബ്സ്റ്റക്കിൾ, ഈ നമ്മുടെ ഡിഫൻസസ്, ആർമിയുടെ ഡിഫൻസ് ഉള്ളത് ഡിച്ച് കം ബന്ദ്, DCB എന്ന് പറയുന്ന ഈ തരത്തിലാണ്. പീസ് ടൈമിൽ അവിടെ പോയി ഓപ്പറേഷനിലെ നമ്മുടെ പ്ലാൻ എന്താണെന്നൊക്കെ നമ്മൾ പുതിയ ആളുകളെ കൂടി മനസ്സിലാക്കുന്നതിന് ഒരു ഓപ്പറേഷൻ അലർട്ട് എന്ന രീതിയിൽ ഒരു തണുപ്പ് കാലത്താണ് സാധാരണ ഈ ക്യാമ്പയിൻ സീസൺ എന്ന് പറയും. അപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ്റെ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടത്തിൽ നമ്മളും അവിടെ പോയി നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുകയും പുതിയ ആളുകൾക്കും പറഞ്ഞു കൊടുക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഇതിനാണ് ഓപ്പറേഷൻ അലേർട്ട് എന്ന് പറയുന്നത്. അത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ചെയ്യുന്നത്. ഈ സമയത്ത് സീനിയർ ഓഫീസേഴ്സ് വിസിറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഇത് വരുന്നത് വെസ്റ്റേൺ കമാൻഡിൻ്റെ കീഴിലാണ്. അവിടുത്തെ ആർമി കമാൻഡർ ജനറൽ ഗില്ല് വന്നിരുന്നതായിട്ട് ഓർക്കുന്നു. അങ്ങേര് വളരെ ഡെക്കറേറ്റഡ് സോൾജിയറാണ്. അദ്ദേഹം ഞങ്ങളുടെ ഡിഫൻസസൊക്കെ വന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് ഞങ്ങളെയൊക്കെ കണ്ട് ശുപാർശയൊക്കെ പറഞ്ഞു പോയത് വളരെ സുഖകരമായിട്ട് ഞാൻ ഓർത്തെടുക്കുകയാണ്. ഫരീദ്കോട്ടിൽ സർവീസ് ചെയ്യുന്ന സമയത്താണ് 1976 3 വർഷം കമ്മീഷൻ സർവീസ് തികയുന്ന സമയത്ത് ക്യാപ്റ്റനായിട്ട് പ്രൊമോഷൻ കിട്ടുന്നത്. അത് ആക്ടിങ് ക്യാപ്റ്റനാണ്. എന്നാലും മൂന്നാമത്തെ സ്റ്റാർ ചുമലിൽ കയറി എന്നുള്ളതാണ് എൻ്റേത്. ഫരീദ്കോട്ടിൽ നിന്ന് 1978 യൂണിറ്റ് 39 മൗണ്ടൻ ഡിവിഷൻ, അവർ ജമ്മുവിലെ ബോർഡർ കാക്കുന്ന ഒരു ഡിവിഷനാണ്. അത് പഠാൻകോട്ട് അടുത്തുള്ള സ്ഥലമാണിത്. അങ്ങോട്ടും ഞങ്ങൾ പോകുന്നത് സ്പെഷ്യൽ ട്രെയിൻ വഴിയാണ്.
അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 1980 ഒരു മത്സര പരീക്ഷയുടെ വിജയിച്ചിട്ട് ആർട്ടിലറിക്കാർ ചെയ്യുന്ന ഒരു പ്രധാന കോഴ്സാണ് ലോങ് ഗണ്ണറി സ്റ്റാഫ് കോഴ്സ്. ലോങ് ഗണ്ണറി എന്ന് പറയും. അതിന് പാസ്സാകുന്നവരെയാണ് ഇൻസ്ട്രക്ടർ ഇൻ ഗണ്ണറി, IG, ആർട്ടിലറിയിൽ വളരെ ബഹുമാനിക്കുന്ന ഒരു അപ്പോയിൻമെൻറ്റ്, ഒരു ക്വാളിഫിക്കേഷനാണ് ഇൻസ്ട്രക്ടർ ഇൻ ഗണ്ണറി അല്ലെങ്കിൽ IG എന്നുള്ളത്. 1980 ഞാൻ ലോങ് ഗണ്ണറി കോഴ്സിന് തിരഞ്ഞെടുക്കപ്പെടുന്നതും അതിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിലുള്ള ദേവലാലിയിലെ സ്കൂൾ ഓഫ് ആർട്ടിലറിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ജൂലൈയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് 13 മാസങ്ങൾ ദൈർഘ്യമുള്ള ഒരു കോഴ്സാണ്. ഗണ്ണറി എന്ന് പറയുമ്പോൾ പീരങ്കിയായിട്ട് അനുബന്ധമായ കോഴ്സാണ്. ഈ പീരങ്കികളുടെ എല്ലാ ടെക്നിക്കലും ടാക്റ്റിക്കലും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത് കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു കോഴ്സില്ല. അതാണ് ഈ 13 മാസം എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾക്ക് പുറത്ത് പോയി ടൂറിനും ഉള്ള സൗകര്യങ്ങളും ഉണ്ട്. ഈ അമ്യൂണിഷൻ ഉണ്ടാക്കുന്ന സ്ഥലം, ഗണ്ണുണ്ടാക്കുന്ന സ്ഥലമൊക്കെ കാണുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നു. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ഇത്രയും അർഹമായ ഒരു പ്രസ്റ്റീജിയസ് കോഴ്സായിട്ട് അതിനെ ഇപ്പോഴും കരുതപ്പെടുന്നത്. അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ടാണ് അതിനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതലുണ്ട്. പക്ഷേ അതിനുള്ള വേക്കൻസി കുറവാണ്. അതുകൊണ്ടാണ് അതിനൊരു കോമ്പറ്റേറ്റീവ് എക്സാം വെച്ച് ആണ് അതിനെ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ അവസാനത്തിൽ ഇതിൽ നിന്ന് നല്ലപോലെ കോഴ്സ് പാസ്സാകുന്ന അവിടെ വേക്കൻസി, ഇൻസ്ട്രക്ടേഴ്സിൻ്റെ വേക്കൻസി അനുസരിച്ച് ഈ കോഴ്സിൽ ടോപ്പിലെ ലിസ്റ്റ് നോക്കി അത്രയും അവിടെ തന്നെ ഇൻസ്ട്രക്ടറായിട്ട് നിയമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പോസ്റ്റ് ഓർഡർ വന്നത് അവിടുത്തെ ഇൻസ്ട്രക്ടറായിട്ട്. ഇത് തീർന്നു കഴിഞ്ഞിട്ട് ഫീൽഡ് വിങ് സ്കൂൾ ഓഫ് ആർട്ടിൽ ഇൻസ്ട്രക്ടർ IG ആയിട്ട് വരുന്ന അവിടെയുള്ള കോഴ്സുകളെ പഠിപ്പിക്കാനുള്ള ഒരു ഇൻസ്ട്രക്ടറായിട്ടാണ് എൻ്റെ പോസ്റ്റിംഗ് വരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റിംഗ് എന്തോ വിധത്തിൽ മാറിയിട്ട് എനിക്ക് സിക്കിമിലൊരു യൂണിറ്റിലേക്ക് ആണ് പിന്നെയുള്ള നിയമനം വരുന്നത്. റോഡ് ഓപ്പണിങ്ങിൻ്റെ ഏൽപ്പെട്ട ഞങ്ങളുടെ മുമ്പിലുള്ള 2 ട്രക്കുകൾക്ക് നേരെ അറിയാതെ സർപ്രൈസായിട്ട് വെടിയുതിർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉടൻ തന്നെ ആദ്യത്തെ വണ്ടിയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന നമ്മുടെ ലൈറ്റ് മെഷീൻ ഗൺ ഇവർക്കെതിരെ ഉതിർത്തു. അങ്ങനെ വണ്ടി നിൽക്കുകയും ബാക്കിയുള്ള ആളുകളെല്ലാം പുറത്തിറങ്ങി പൊസിഷൻ എടുത്ത് ഫയർ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഫയർ എക്സ്ചേഞ്ച് കുറേ സമയം തുടർന്നു. ഈ ഒച്ച പിന്നെ റേഡിയോയിൽ കൂടെ എനിക്ക് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരത്തുള്ള എൻ്റെ ഹെഡ് ക്വാർട്ടറിൽ എനിക്ക് കേൾക്കാൻ പറ്റി. ഉടൻ തന്നെ ഞാൻ എൻ്റെ ഗ്രൂപ്പുമായിട്ട് ഈ സ്ഥലത്തെത്തുന്നു.